ബ്രസീലിൻ്റെ ഈ വേൾഡ് കപ്പിലെ ഫസ്റ്റ് മാച്ച് ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മാച്ച് അതൊരു ഡ്രോയിലാണ് അവസാനിച്ചത്. മൊറോക്കോയ്ക്കായി സബാരിയായി ബ്രസീലിനായി വിനീഷ്യസ് ജൂനിയറാണ് ഗോളുകൾ സ്കോർ ചെയ്തത്. വിനീഷ്യസ് ജൂനിയർ തന്നെയായിരുന്നു ആ മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച്. ചില സമയങ്ങളിൽ വിനീഷ്യസിനെ ഡിഫൻഡേഴ്സ് കവർ ചെയ്താം, പക്ഷേ നല്ല കളിയാണ് വിനീഷ്യസിൻ്റെ. പിന്നെ ഓസ്ട്രിയ വേഴ്സസ് തുർക്കി മാച്ച്, ഞാൻ വിചാരിച്ച തുർക്കി വിന്നിയെന്നാണ്, പക്ഷേ 2-0 തുർക്കിനെ ഓസ്ട്രേലിയ തകർത്തു. ഖത്തർ വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് മാച്ച്, ഞാൻ മാച്ച് കണ്ടത് തഹ്സിൻ്റെ കളി കാണാനായിരുന്നു. പക്ഷേ ആ മാച്ച് തഹ്സിൻ കളിച്ചില്ല, കാരണം മാച്ച് മുഴുവൻ തഹ്സിൻ ബെഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഐവറി കോസ്റ്റ് വേഴ്സസ് ഇക്വഡോർ മാച്ചിൽ ഐവറി കോസ്റ്റ് വിജയിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ യങ്സ്റ്റാറായ അമാദ് ദിയാലയാണ് ഐവറി കോസ്റ്റിനായി ഒരു ഗോൾ സ്കോർ ചെയ്തത്. പിന്നെ സ്വീഡൻ വേഴ്സസ് ടുണേഷ്യ മാച്ചിൽ സ്വീഡൻ ജയിച്ചു. സ്വീഡൻ്റെ കഷ്ടിച്ചാണ് സ്വീഡൻ ആ വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്തത്. ഇപ്പോൾ സ്വീഡനാണ് ആ ഗ്രൂപ്പ് എഫ് ലീഡ് ചെയ്യുന്നത്. പിന്നെ നെതർലാൻഡ്സ് വേഴ്സസ് ജപ്പാൻ മാച്ച്, ഞാൻ നെതർലാൻഡ്സ് ജയിക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അതിനെക്കാട്ടും നല്ല ഇത് തന്നെയായിരുന്നു. കാരണം രണ്ട് ടീമും നന്നായി കളിച്ച് നല്ല ബ്യൂട്ടിഫുൾ ഫുട്ബോൾ നമുക്ക് കാണാൻ പറ്റി. ഏകദേശം ഒരു ആബ്സല്യൂട്ട് സിനിമ എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു ഈ മാച്ച് ഉണ്ടായിരുന്നത്. പിന്നെ സ്കോട്ട്ലാൻഡ് അവരുടെ മാച്ച് വിജയിച്ചു. ജർമ്മനി വേഴ്സസ് കുറസോവോ മാച്ച്, കുറസോവോ ആയിരുന്നു ആ മാച്ചിലെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ജർമ്മനിയുടെ ഡൊമിനേഷൻ ആയിരുന്നു. 7-1 ജർമ്മനി അവരെ തോൽപ്പിച്ചത്. പിന്നെ ജർമ്മനിയാണ് ഈ ഗ്രൂപ്പ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. പിന്നെ ഈ മാച്ചിലെ ആ ഗോൾ സ്കോർ ലൈൻ കാണുമ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്നത് ബ്രസീൽ വേഴ്സസ് ജർമ്മനി മാച്ച് 2014. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.